രണ്ട് പതിറ്റാണ്ടായി ചെങ്കോട്ടയായി തുടരുന്ന മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി. MLA ആയിരിക്കെ അന്തരിച്ച കാനത്തിൽ ജമീലയ്ക്ക് പകരം മുൻ MLA കെ ദാസനാണ് മണ്ഡലം നിലനിർത്താൻ LDF-നായി ഇത്തവണ മത്സരരംഗത്തുള്ളത്. കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ UDF-നായി സ്വന്തം മണ്ണിൽ പോരാട്ടത്തിനിറങ്ങുന്നത് മണ്ഡലം തിരികെ പിടിക്കാൻ വേണ്ടി മാത്രമല്ല, രണ്ട് പതിറ്റാണ്ടിലധികമായി കോഴിക്കോട് ജില്ലയിൽ നിന്നും ഒരു കോൺഗ്രസ് പ്രതിനിധിയെ നിയമസഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ചരിത്രം തിരുത്തി കുറിക്കാൻ കൂടി വേണ്ടിയാണ്. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കുകൾ മണ്ഡലത്തിൽ മത്സരം കടുക്കുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്നും കോൺഗ്രസിന് സ്വന്തമായ ഒരു MLA ഉണ്ടായിട്ട് 1/4 നൂറ്റാണ്ട് തികയുകയാണ്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടി, കോഴിക്കോട് 1 മണ്ഡലങ്ങളിൽ നിന്നായി വിജയിച്ച അഡ്വക്കേറ്റ് P. ശങ്കർ, അഡ്വക്കേറ്റ് A. സുജനപാൽ എന്നിവരാണ് ജില്ലയിൽ നിന്നുള്ള അവസാന കോൺഗ്രസ് MLA-മാർ. നാണക്കേടിന്റെ ഈ ചരിത്രം തിരുത്തി ഇത്തവണ ജില്ലയിൽ നിന്നും 5-ലേറെ കോൺഗ്രസ് MLA-മാർ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കൊയിലാണ്ടി. രണ്ട് പതിറ്റാണ്ടിന്റെ കടം വീട്ടി മണ്ഡലം തിരികെ പിടിക്കാൻ UDF ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറിനെയാണ്. 2011-ലും 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ തിളക്കമാർന്ന വിജയം നേടിയ കെ ദാസനുള്ളത് LDF-നായി മണ്ഡലം നിലനിർത്തുക എന്ന ദൗത്യവും. 2016-നെ അപേക്ഷിച്ച് 2021-ൽ NDAക്ക് 4500-ഓളം വോട്ടുകൾ കുറഞ്ഞ മണ്ഡലമാണ് കൊയിലാണ്ടി. മണ്ഡലത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും കരുത്തുകാട്ടാനുമാണ് NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയുടെ ശ്രമം. കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലമാണെങ്കിലും 2006 മുതൽ കൊയിലാണ്ടിയിൽ CPIM പ്രതിനിധികളാണ് തുടർച്ചയായി വിജയിച്ചു വരുന്നത്. സിറ്റിംഗ് MLA ആയിരുന്ന കാനത്തിൽ ജമീല അന്തരിച്ചതിനെ തുടർന്നാണ് മുൻപ് 2 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയ കെ ദാസന് ഇത്തവണ നറുക്കു വീഴുന്നത്. പഞ്ചായത്ത് അംഗം, നഗരസഭാ ചെയർമാൻ, 2011 മുതൽ 2021 വരെ കൊയിലാണ്ടി MLA എന്നിങ്ങനെ വിവിധ പദവികൾ അലങ്കരിച്ച കെ ദാസന് പ്രാദേശികമായുള്ള വലിയ ആത്മബന്ധം വോട്ടായി പരിണമിക്കുമെന്നാണ് LDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. ഞാൻ ഈ നിയോജക മണ്ഡലത്തിൽ എല്ലാവരുമായി നല്ല ബന്ധമുള്ളതാണ്. അത് എൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകളോ മുന്നണിയിൽപ്പെട്ട ആളുകളല്ല, അല്ലാത്തൊരു സൗഹൃദ ബന്ധം ഞാൻ വർഷങ്ങളായി കാത്തു സൂക്ഷിക്കുന്നത്. അവരിലാണ് ഇനി ഞാൻ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും എന്നെനിക്ക് ശുഭപ്രതീക്ഷയുണ്ട്. നല്ല ഭൂരിപക്ഷം തന്നെ മണ്ഡലം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ വോട്ട് നിലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചത് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്നും 22,580 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു ഷാഫി പറമ്പിൽ ലഭിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ പയ്യോളി നഗരസഭയും ചെങ്ങോട്ടുകാവ്, ചേമഞ്ചേരി, തിക്കോടി പഞ്ചായത്തുകളിലും UDF വിജയിച്ചു. DCC പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവീൺകുമാറിനുള്ള ജനകീയതയും വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. കൊയിലാണ്ടിയുമായിട്ട് എനിക്ക് നേരത്തെ അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം ഇതെൻ്റെ മണ്ണാണ്. ഇവിടെ ഓരോ ദിവസം കൂടുന്തോറും ആവേശവും പ്രതീക്ഷയും വർദ്ധിച്ചു വരുന്നു. ഇത്തവണ കൊയിലാണ്ടിയിൽ ഞങ്ങളുടെ പ്രതീക്ഷ വിസ്മയകരമായ ഭൂരിപക്ഷമാണ്. കൊയിലാണ്ടിയിലെ ജനം ഇത്തവണ UDF-നൊപ്പം നിൽക്കും. കാരണം കേരളവും കോഴിക്കോടും മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റം ആഗ്രഹിക്കുന്ന കേരളത്തിലെയും കോഴിക്കോടിന് മുമ്പിൽ കൊയിലാണ്ടി ഒന്നാമതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ എന്തായാലും വലിയൊരു വോട്ട് UDF ജയിക്കും. NDAയെ സംബന്ധിച്ച് 2016-നെ അപേക്ഷിച്ച് 2021-ൽ വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങളിലൊന്നാണ് കൊയിലാണ്ടി. 2016-ൽ NDA സ്ഥാനാർത്ഥിക്ക് 22,087 വോട്ടുകൾ നേടാൻ സാധിച്ചിരുന്നു. എന്നാൽ 2021-ൽ മത്സരിച്ച NP രാധാകൃഷ്ണന് കിട്ടിയത് 17,555 വോട്ടുകൾ മാത്രമാണ്. ഇത്തവണ പ്രഫുൽ കൃഷ്ണനിലൂടെ യുവ വോട്ടർമാരെയും സ്വാധീനിച്ച് മണ്ഡലത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. BJP സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ മണ്ഡലത്തെ പറ്റി കൃത്യമായൊരു പ്ലാനുണ്ട്. കാപ്പാട് എങ്ങനെയാകണം, ഉരുമുണ്യകാവ് എങ്ങനെയാകണം, അതുപോലെ തന്നെ കൊല്ലം ബീച്ച് എങ്ങനെയാവണം, പാറപ്പള്ളി എങ്ങനെയാവണം, മിനി ഗോവ എങ്ങനെയാവണം, ഇവിടുത്തെ ബാക്ക് വാട്ടർ ടൂറിസം എങ്ങനെ ഉപയോഗപ്പെടുത്തണം, ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഏത് രീതിയിൽ മെച്ചപ്പെടുത്തണം, ഇവിടുത്തെ സ്റ്റേഡിയം ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യണം, ഇതിനെയൊക്കെ പറ്റി കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതാണ് ജനങ്ങളുമായി സംവദിക്കുന്നത്. അങ്ങനെ മാറ്റാൻ സാധിക്കുമെന്ന ബോധ്യം ഈ കൊയിലാണ്ടിയിലെ വോട്ടർമാർക്കുണ്ട്. അതാണ് വോട്ടായി മാറുക. BJPയെ സംബന്ധിച്ചിടത്തോളം കൊയിലാണ്ടിയിൽ അട്ടിമറി വിജയം ഞങ്ങൾ ഉണ്ടാക്കും. 2 പതിറ്റാണ്ടായി ഇടതുകോട്ടയായി തുടരുന്ന കൊയിലാണ്ടി മണ്ഡലം ഇത്തവണ കൈപിടിക്കുമോ? സ്വന്തം മണ്ണിൽ അഭിമാന പോരാട്ടത്തിനായി ഇറങ്ങുന്ന കോഴിക്കോട് DCC പ്രസിഡന്റിന് കൈ പൊള്ളുമോ?
കൊയിലാണ്ടിയിൽ മത്സരം കനക്കും. ഷാഫിക്കൊപ്പം ബെൻസൺ ബാബു മങ്ങാട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.